ഞാൻ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന ആൻഡ് ദിസ് Lieutenant Commander Rupa. സോ ഇന്ത്യൻ നേവിയുടെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു നാവിക സാഗർ പരിക്രമ, സർക്കം നാവിഗേഷൻ ഓഫ് ദ ഗ്ലോബ്. ലോകം മൊത്തം ചുറ്റി കറങ്ങി ഒരു പായ്വഞ്ചിയിൽ 17 മീറ്റർ മാത്രം നീളമുള്ള ഒരു പായ്വഞ്ചിയിൽ 2 പേര് മാത്രമായിട്ട് പോയിട്ട് ലോകം ചുറ്റി വരുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു നാവിക സാഗർ പരിക്രമ 2. അതാണ് നമ്മൾ ചെയ്തത്. 238 ദിവസം എടുത്തു നമുക്ക് കടലിൽ ഈ ഒരു എക്സ്പെഡീഷൻ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരാൻ. ഞങ്ങൾ October 2nd, 2024 സ്റ്റാർട്ട് ചെയ്തത് ഗോവയിൽ വെച്ച്. തിരിച്ച് നമ്മൾ ഗോവയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈസ്റ്റിലോട്ട് പോയി ബസ്സിലൂടെ തിരിച്ചു വന്ന് തിരിച്ച് ഗോവയിലേക്ക് കയറി. 8 മാസം എടുത്തു. 2025 May 29 ഞങ്ങൾ തിരിച്ചെത്തിയത്. സോ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു, ഞങ്ങൾ എങ്ങനെയാണ് അതിനെ പ്രിപ്പയർ ചെയ്തത്, എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, എന്തൊക്കെ നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ഇതെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. நாங்கள் 2 பேரும் மட்டும்தான் இருந்தோம் போட்டில். So there are no other people on the boat. It was just the 2 of us. So it was the first, we are the first Indians and Asians and probably in the world to do a dual-handed circumnavigation. So I am Lieutenant Commander Dilna and ഞാനൊരു ലോജിസ്റ്റിക്സ് ഓഫീസറാണ്. ഇന്ത്യൻ നേവിയിൽ 2014 ഞാൻ കമ്മീഷൻ ആയത്. I put in around 11.5 years of service in Indian Navy. And I'm Lieutenant Commander Rupa and I have completed 9 years in the Navy and I'm a Naval Armament Inspection Officer. സോ നമ്മളെ ബാക്ക് സ്റ്റോറി എങ്ങനെയാണ് നമ്മളെ ചെറുപ്പത്തിൽ നിന്ന് നമ്മളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഒരു ഗ്ലിംസ് നമുക്ക് തരാം. സോ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് എനിക്ക് അഡ്വെഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ലൈക്ക് രാവിലെ എണീക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഗോൾ ഇല്ലാതെ നമുക്ക് ലൈഫ് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് വിശ്വസിച്ച ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ 7th 6th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ക്രിക്കറ്റിൽ ജോയിൻ ചെയ്തു. ക്രിക്കറ്റിൽ കേരള ടീമിന് വേണ്ടി കളിക്കാൻ പറ്റി, യൂണിവേഴ്സിറ്റിയിൽ കളിക്കാൻ പറ്റി. NCCയിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ആർമി NCCയിലൂടെ ഷൂട്ടിങ് ടേക്കപ്പ് ചെയ്തു. ഷൂട്ടിങ്ങിൽ നാഷണൽ മെഡലിസ്റ്റ് ആണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യൻ നേവിയിലോട്ട് ഡിഫൻസിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത് എൻ്റെ അത്രയും വലിയ ആഗ്രഹമായിരുന്നു. 8th സ്റ്റാൻഡേർഡിൽ ഞാൻ വിചാരിച്ച ഒരു കാര്യമാണ് എനിക്ക് ഡിഫൻസിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത്. ആ ഒരു ചെറിയൊരു മോഹം, ഒരു ഡ്രീം എനിക്ക് ഉണ്ടായിരുന്നു 8ാം ക്ലാസ്സിൽ നിന്ന്. അതിനെ ഞാൻ പെർസ്യൂ ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ ലോജിസ്റ്റിക്സ് ഓഫീസറായിട്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്തു. ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ, പക്ഷേ ജോയിൻ ചെയ്യാൻ പറ്റി. 5 അറ്റംപ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. So but I was a very good girl in the school. I used to only study. I never played any sport when I was in the school. But I used to always top my classes from schools to college. And after I completed my studies in aeronautical engineering, I worked outside in National Aerospace Laboratory in Bangalore. And I was into research. But I always wanted to join the Navy. And I was also in the Naval NCC in my college. And joining Navy was a dream again. So I tried a lot to join the Navy, and I joined the Navy in my 5th attempt. After trying for 5 times, I never gave up. And then I joined the Navy, and then I learned sailing when I joined the Navy. And also I was part of the Republic Day Parade in the 2018 as part of the Indian Naval Contingent. And then when Navy asked for volunteers for doing this project, we both volunteered. But you all should know that the Sagar Parikrama is a legacy of Indian Navy. We have done it so many times before. As you can see, Captain Dilip Donde was the first Indian to do a circumnavigation around the globe. But he did it with stops, but he was alone. So next, it was Commander Abhilash Tomy who did the first non-stop circumnavigation of the globe. For example, like he started in Bombay, and he went around our whole planet Earth and he stopped next in Bombay. So he did not stop anywhere. And after that, this was the Navika Sagar Parikrama, where there were 6 women officers of Indian Navy who again stopped in between at 4 places. So this came to know as the Navika Sagar Parikrama 1.
And what we did was just the two of us on the boat, and this was Navika Sagar Parikrama 2. സോ ഈ ഒരു വോളണ്ടിയർ ചെയ്തതിന് ശേഷം വി ബോത്ത് മെറ്റ് ഇൻ ഗോവ ഇൻ 2021 ആൻഡ് വി സ്റ്റാർട്ടഡ് ആ ട്രെയിനിങ്ങിൽ എന്തൊക്കെയായിരുന്നു വെച്ചാൽ ഇറ്റ് വാസ് ജസ്റ്റ് ടു ഓഫ് us. സോ നമ്മളെ ബോട്ടിനെ പറ്റി എല്ലാം അറിയണം, A to Z. ഞാനൊരു ലോജിസ്റ്റിക്സ് ഓഫീസറാണ്, ലഫ്റ്റനന്റ് കമാൻഡർ രൂപ ഒരു നേവൽ ആർമമെന്റ് ഇൻസ്പെക്ഷൻ ഓഫീസറാണ്. പക്ഷെ നമ്മൾ ഇലക്ട്രിക്കലിനെ പറ്റി അറിയണം, എഞ്ചിനീയറിങ്ങിനെ പറ്റി അറിയണം, എങ്ങനെ വെള്ളത്തിനുള്ളിൽ ഡൈവ് ചെയ്യാമെന്ന് അറിയണം, എങ്ങനെ സ്വന്തം സ്റ്റിച്ച് ഇടാൻ അറിയണം, സ്വന്തം IV കൊടുക്കാൻ അറിയണം, പിന്നെ അങ്ങനെ A to Z നമുക്ക് അറിഞ്ഞിരിക്കണം, കാർപ്പൻട്രി വർക്ക് അറിയണം, എല്ലാം. സോ നമ്മൾ 3 years ട്രെയിനിങ് ചെയ്തു. നമ്മൾ ഇന്ത്യൻ നേവിയുടെ പല ട്രെയിനിങ് സ്കൂൾസിലും നാവിഗേഷൻ എങ്ങനെ ചെയ്യാം, സെയിലിംഗ് എങ്ങനെ ചെയ്യാം, റൂൾസ് ഓഫ് ദ റോഡ് എന്ന് പറയുന്ന എങ്ങനെ നമ്മളെ റോഡിലുള്ള പോലെ തന്നെ റൂൾസ് നമ്മളെ കടലിലും ഉണ്ട്, അതെങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ള ഒരു റിഗറസ് ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു ഇന്ത്യൻ നേവി നമുക്ക് വേണ്ടി 3 വർഷത്തേക്ക് പ്ലാൻ ചെയ്തത്. 2021 സ്റ്റാർട്ട് ചെയ്ത ട്രെയിനിങ് ആണ്. ഒരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടായിരുന്നു. വി സെയിൽ ഫ്രം ഗോവ ടു കൊച്ചി ആൻഡ് ഫ്രം കൊച്ചി ബാക്ക് ടു ഗോവ. അവിടെയുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സിലാണ് ഞങ്ങൾ രണ്ടുപേരും സെലക്ട് ആവുന്നതും. ദെൻ വി സ്റ്റാർട്ടഡ് ആ ട്രെയിനിങ് ത്രൂ ഇന്ത്യൻ നേവി. സോ വി ഡിഡ് ലോട്ട് ഓഫ് ട്രെയിനിങ്. വി സെയിൽഡ് അ ലോട്ട്. നമ്മൾ കരയിൽ നിൽക്കലേ ഉണ്ടായിരുന്നില്ല. ഈ 3 വർഷം നമ്മൾ കരയിലേ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫുൾ ടൈം കടലിൽ തന്നെ ആയിരുന്നു. ആദ്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് 6 പേരുടെ കൂടെ, എല്ലാം നമ്മൾ ചെറിയ സ്റ്റെപ്പ് എന്നല്ല തുടങ്ങും. നമ്മൾ 6 പേരുടെ കൂടെയാണ് ആദ്യം സെയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് മൗറീഷ്യസിലോട്ടുള്ള 2022 ഒരു സെയിലിംഗ് നമ്മൾ ചെയ്തു, ഗോവ ടു മൗറീഷ്യസ് ആൻഡ് ബാക്ക്. ദെൻ ഗോവ ടു കേപ്പ് ടു റിയോ. ഒരു റേസ് ഉണ്ട് ഇവിടുന്ന് കേപ്പ് ടൗൺ, സൗത്ത് ആഫ്രിക്ക പോവുക, സൗത്ത് ആഫ്രിക്ക ടു ബ്രസീൽ, അവിടുന്ന് ബാക്ക്. 6 മാസം എടുത്തു അത് കംപ്ലീറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 2 പേരും മാത്രം സെയിൽ ചെയ്യാൻ തുടങ്ങി അണ്ടർ ദ മെൻറ്റർഷിപ്പ് ഓഫ് കമാൻഡർ അഭിലാഷ് ടോമി. അഭിലാഷ് ടോമി സാറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സാറാണ് ഗോൾഡൻ ഗ്ലോബ് റേസിൽ സെക്കൻഡായിട്ട് വന്നിരുന്ന ആളാണ് സാറ്. സാർ 2 തവണ സർക്കംനാവിഗേഷൻ ചെയ്തിട്ടുണ്ട്. സോ സാറായിരുന്നു നമ്മളെ മെൻറ്റർ. സാറിൻ്റെ ഗൈഡൻസ് വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി നമ്മളുടെ ടാലൻറ്റും കാര്യങ്ങളെല്ലാം നമ്മളൊരു ഡുവൽ ഹാൻഡഡ് സെയിലർ ആക്കി മാറ്റാൻ വേണ്ടി 2 വർഷത്തിന് ശേഷം 3ാമത്തെ വർഷം നമ്മൾ പല എക്സ്പെഡീഷനും നമ്മൾ 2 പേര് മാത്രം പോയി. പിന്നെ കുറച്ച് സോളോ സോട്ടീസ് ഒറ്റയ്ക്കും നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ഒരാൾക്ക് വയ്യാതെയായി, ഒരാൾ പോയി, ഇല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് പോയി, എന്തെങ്കിലും ആയി, നമുക്ക് ഒറ്റയ്ക്ക് ബോട്ട് തിരിച്ചു കൊണ്ടുവരണം. സോ ഇതെല്ലാം നമ്മൾ അതിനു വേണ്ടി കാറ്റർ ചെയ്തിട്ടുണ്ട്. സോ ആ ട്രെയിനിങ് എല്ലാം 3 വർഷം കഴിയുമ്പോഴേക്ക് നമ്മൾ 38,000 നോട്ടിക്കൽ മൈൽസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. 38,000 നോട്ടിക്കൽ മൈൽസ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 60,000 കിലോമീറ്റേഴ്സ് നമ്മൾ അത്രയും സെയിൽ ചെയ്തിട്ടുണ്ട്. അതിനാണ് ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നത്. പ്രിപ്പറേഷൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായത് ഈ ട്രെയിനിങ്ങിൽ. ഒരു 8 മാസത്തെ ജേർണിക്ക് വേണ്ടി 3.5 വർഷം നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രിപ്പറേഷൻ്റെ ഇമ്പോർട്ടൻസ്. ഇതൊരു ചെറിയ മൂവിയാണ് നമ്മുടെ ഡോക്യുമെൻ്ററി നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ളത്. इस एक्सपेडिशन के लिए मैं अपनी तरफ से आप दोनों को कांग्रेचुलेट करता हूँ. वैसे ये बहुत ही हिस्टोरिकल एक्सपेडिशन है. आप सबके ऊपर पूरे हिंदुस्तान को बहुत ही नाज है, यानी एक सेंस ऑफ प्राइड सबके अंदर, हर हिंदुस्तानी के अंदर है. With the blessings of the whole nation, the Indian Navy's Navika Sagar Parikrama 2 expedition by Lieutenant Commander Dilna K and Lieutenant Commander Rupa A on board INSV Tarini was flagged off by Admiral Dinesh K. Tripathi, Chief of the Naval Staff, from INS Mandavi in Goa on 2nd October 2024. Continuously 30 knots of wind blowing off Kannur, and the sea is completely lit up. It's so beautiful with bioluminescence. With 35 knots, the winds moved up. How the sea state? The sea state is good right now. Okay, I am monitoring your progress on a daily basis. The sighting of the albatross is a sweet welcome into the temperate zone.
Rupa were honoured at the Parliament of Western Australia for their significant achievement of sailing around the world on board INSV Tarini. and wish the Lieutenant Commanders all of the very best and fair wind for your travels around the globe. As they crossed into the roaring 40s, their condition worsened. They began to get seasick, and rest became a luxury in the roaring 40s as they took turns keeping the boat on course. Experiencing a sea state of 6 and wind speed gusting up to 60 knots, they braved the violent waves and reached Littleton. At Littleton, the representatives from the Maori tribe welcomed Dilna and Rupa with Maori traditional rituals. After a brief stay with diplomatic matters and boat repairs, they left Littleton on 4th of January 2025. They crossed Point Nemo on 30th January 2025. This was a special moment for seafarers and mariners, as Point Nemo, also known as the oceanic pole of inaccessibility, is the point in the ocean farthest from any landmass. They crossed Cape Horn on 15th February 2025. Traveling through this region requires exceptional navigational expertise and resilience to the harsh conditions of the Southern Ocean. The passage takes the sailors through the Drake Passage, a treacherous waterway known for its extreme winds, towering waves, and unpredictable weather. After a brief stay at Port Stanley, they continued sailing to the South Atlantic Ocean. On 15th of April 2025, INSV Tarini was ceremonially flagged off from the Royal Cape Yacht Club for the final leg of her journey to Goa. INSV Tarini, after a rigorous and eventful circumnavigation, reached Goa at the end of May 2025. The Navika Sagar Parikrama 2 will forever remain a beacon of women's empowerment, maritime excellence, and national pride. സോ സർക്കം നാവിഗേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് ഫോളോ ചെയ്യണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതും ഫിനിഷ് ചെയ്യുന്നതും സെയിം പോർട്ടിൽ നിന്നായിരിക്കണം. വി സ്റ്റാർട്ടഡ് ഫ്രം ഗോവ ആൻഡ് വി ഫിനിഷ്ഡ് അറ്റ് ഗോവ ആൻഡ് വി നീഡ് ടു ക്രോസ് ദ ഇക്വേറ്റർ ട്വൈസ്. ഒന്ന് നമ്മൾ ഭൂമിയുടെ താഴേക്ക് ഇറങ്ങുന്ന സമയത്തും ഒന്ന് തിരിച്ച് റൗണ്ട് ചെയ്ത് തിരിച്ച് മേലേക്ക് കയറുന്ന സമയത്തും. സോ 2 തവണ ഇക്വേറ്റർ ക്രോസ് ചെയ്തിരിക്കണം. ഒരു കാനൽസും സ്ട്രെയിറ്റ്സും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഒരുപാട് കനാൽസ് ഇല്ല, പനാമ കനാൽ, ഒരു സ്ട്രെയിറ്റ്സും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് 3 ഗ്രേപ്സ് കടന്നിട്ട് വേണം പോകാൻ. 21,600 നോട്ടിക്കൽ മൈൽസ് നമ്മൾ സർക്കംഫറൻസ് ഓഫ് ദ എർത്ത് അറ്റ് ദ ഇക്വേറ്റർ. പിന്നെ ഇക്വേറ്ററിൻ്റെ സ്ഥലത്ത് ഭൂമിയുടെ എത്രയാണോ സർക്കംഫറൻസ് എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും നോട്ടിക്കൽ മൈൽസ്, ഇത് നോട്ടിക്കൽ മൈൽസിലാണ്, കിലോമീറ്ററെങ്കിലും നമ്മൾ പോയിരിക്കണം. പിന്നെ 3 ഗ്രേറ്റ് കേപ്സ്, കേപ്പ് ലൂയിൻ ഇൻ ഓസ്ട്രേലിയ, കേപ്പ് ഹോൺ ഇൻ സൗത്ത് അമേരിക്ക ആൻഡ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഇൻ സൗത്ത് ആഫ്രിക്ക. ഈ 3 കേപ്പ്, മുനമ്പുകൾ എന്ന് പറയും, ഇത് നമ്മൾ റൗണ്ട് ചെയ്തിരിക്കണം. ഇതാണ് ഇതിൻ്റെ റൂൾ. പിന്നെ നമ്മൾ എൻജിൻ യൂസ് ചെയ്യില്ല. പായ്വഞ്ചിയിൽ പ്യുവറായിട്ട് നമ്മൾ സെയിൽ യൂസ് ചെയ്യും. കാറ്റിൻ്റെ ബെനിഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. എൻജിൻ യൂസ് ചെയ്തിട്ടല്ല പോകുന്നത്. എൻജിൻ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ഒരു ഹാർബറിൽ കയറാൻ വേണ്ടിയോ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. സോ നമ്മളെടുത്ത റൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഗോവയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. October 2nd, 2024 സ്റ്റാർട്ട് ചെയ്തു. ഇക്വേറ്റർ ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഈസ്റ്റിലോട്ട് പോയി. ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ 4 സ്റ്റോപ്പ് വെച്ചിട്ടാണ് ചെയ്തത്. ഓസ്ട്രേലിയ, അവിടുന്ന് ഓസ്ട്രേലിയൻ ബൈറ്റ് സദേൺ ഓഷനിലൂടെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ ന്യൂസിലാൻഡിലെത്തി. ന്യൂസിലാൻഡിൽ നിന്ന് നമ്മൾ പസഫിക് ഓഷ്യൻ കടന്ന് കേപ്പ് ഹോൺ കടന്ന് ഫോക്ലാൻഡ് ഐലൻഡിലെത്തി. ഫോക്ലാൻഡ് ഐലൻഡിൽ നിന്ന് അറ്റ്ലാന്റിക് ഓഷ്യനിലോട്ട് കയറി കേപ്പ് ടൗണിൽ നിന്ന് തിരിച്ച് ഇന്ത്യൻ ഓഷ്യനിലോട്ട് കയറി ഗോവ. ഇതാണ് നമ്മൾ എടുത്ത റൂട്ട് എന്ന് പറയുന്നത്.
സോ നമ്മൾ ഓരോ ലെഗിലും ഗോവ ടു ഫ്രീമാൻഡൽ ഓസ്ട്രേലിയ 4900 നോട്ടിക്കൽ മൈൽസ് സെയിൽ ചെയ്തു. ഇത് ഓരോ ലെഗിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. 25,600 നോട്ടിക്കൽ മൈൽസ്, അറൗണ്ട് 44,000 കിലോമീറ്റേഴ്സ് നമ്മൾ ഈ സർക്കം നാവിഗേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കവർ ചെയ്തു ഡിസ്റ്റൻസ്. ഇനി INSV താരിണിനെ പറ്റി പറയാം. INSV താരിണി നമ്മുടെ ഇന്ത്യൻ നേവൽ സെയിലിംഗ് വെസൽ താരിണി ഒരു 17 മീറ്റർ മാത്രം നീളമുള്ള ഒരു ബോട്ടാണ്. എത്രയുണ്ടാവും 17 മീറ്റർ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിൻ്റെ ഒക്കെ എത്ര നീളം ഉണ്ടാവുള്ളൂ. അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫ്രിഡ്ജില്ല, AC ഇല്ല, ഒരു നോർമൽ ഹാൻഡ് പമ്പ് ടോയ്ലറ്റാണുള്ളത്. പിന്നെ എന്താ പറയുക, താഴെ നമുക്ക് കിടക്കാൻ ചെറിയ ബങ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ താഴെ കിടക്കാൻ പറ്റില്ല, കാരണം ഓരോ വേവ് അടിക്കുന്ന സമയത്ത് നമ്മൾ മറിഞ്ഞു വീഴും. സോ നമ്മൾ ബെഡിൽ കിടക്കാറില്ല. സോ അങ്ങനെ ബേസിക് ആയിട്ടുള്ളൊരു ബോട്ടാണ് ഇത്. ഇന്ത്യയിൽ ഉണ്ടാക്കിയ, ഗോവയിൽ ഉണ്ടാക്കിയ ബോട്ടാണ്. അക്വാരിയസ് ഷിപ്പ് യാർഡ് എന്ന് പറഞ്ഞ നമ്മളെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു ബോട്ടാണ്. നേവിയിൽ 2017 ഇൻഡക്ട് ചെയ്തു. And also the storage of food. We don't have much of storage with respect to fridge or any cold storage. So naanga evlo kaigari param ellame eduthittu ponalu vandu we say keep it in the open, and it lasts for only few days, like 10 days or 2 weeks maximum. After that we eat tinned foods and rice, dal and whatever is dry and doesn't require any fridge. So, and maximum what we have sailed without stopping is around 48 days. So for 48 days we mostly rely on tinned and canned foods. So you might be thinking, like, what do we do on the boat daily? Like, what is the routine? So daily we have certain jobs which we do as a routine. For example, checking the weather for that particular day and what is the weather going to be for the next 3 days. And also we send 12-hourly report to the Indian Navy where we are, what is the position and what is the weather sea state is looking like. And also we collect weather related data for the Navy to use, the meteorological department of the Navy. They use whatever data we give. And we do our routine maintenance checks of the boat, because like the boat is our home. So constantly something or the other keeps breaking because of the weather, because of the storm. So we keep repairing things on our own. So like she mentioned earlier, we are everything on board. We are the engineer, we are the doctor, we are the cook, we are the cleaner, and we are the sailor, we are the navigator, we are everything. So whatever is the requirement, we both have to manage everything on the boat. But there are certain things, this is what we do as a routine, and what we do out of routine is everything mostly keeps going bad at sea, and we are almost repairing everything on the boat, because for such a long journey and the boat is going through storms and big waves and a lot of wind, something or the other keeps breaking. So we have to repair all those. So these were times when the winch which is handling the ropes on the boat, it went bad. And all the sails which you saw on the boat, it's all very heavy, like almost 100 kgs heavy, and everything is manual on the boat. So we both have to handle everything manually. So it requires a lot of physical strength as well to handle all the sails. And one more difficult thing, or it was the most difficult thing going through the Southern Ocean, was the weather. So you all, our planet Earth has different kinds of global wind patterns which are there around the globe. So we mostly sailed in the southernmost part of the Earth. So in the southernmost part, after 40-degree latitude, that particular band of that area where the winds are almost blowing without any stopping from the land. As you can see, there's no much land in that area. So what happens is there's wind and waves are blowing without any restrictions or obstruction there. So they have named those areas. So it's called the roaring 40s, the furious 50s, and the screaming 60s. It sounds, the name itself sounds a little bit, rough. It actually, we feel that it's the sound of the wind which, what the wind makes in that particular area. And also, we had all these difficulties, but what we felt was, we were going through those difficulties, but we had to capture that for people to see.
because we always feel that sailing is the only non-spectator sport. All other sports like cricket, football, basketball, you see the audience sitting around the field and watching you play or watching you go through all kinds of emotions and physically and mentally. But sailing is like you are somewhere out in the sea, it's just the both of us. If we do not capture it for the people back on the land, you will not have any idea of what we are going through. So, but that was the most difficult part because we are going through storms and difficult situations, but we had to capture it. So we tried hard and we captured the moments which we went through during this journey, and we have made a video which we'll show you shortly. ഇപ്പോൾ കണ്ട ഈ വീഡിയോയിലുള്ള കടൽ, ഇത് നമുക്ക് വീഡിയോയിൽ ഇത്ര എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പല ആംഗിളിൽ നിന്നും എടുത്ത് നോക്കി, പക്ഷെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ വെള്ളം നമ്മളുടെ പിറകിലൂടെ വന്നിട്ട് ഒരു മൗണ്ടെയിൻ നോക്കുന്ന പോലെ ഒരു ഫീലാണ് നമുക്ക് കടലിൽ ഒരു ഇത്രയും വലിയ തിരമാല നോക്കുന്ന സമയത്ത്. എന്നിട്ട് കടലിൽ നമ്മളൊരു വാലിയിലോട്ട് ഇറങ്ങുന്ന ഒരു ഫീലാണ് കിട്ടുക. സോ അത്രയും വലിയ തിരമാലകളായിരുന്നു. ചില സമയത്ത് വെള്ളം ഉള്ളിലോട്ട് വരും. പല സൈഡിലുള്ള ചെറിയ പോർട്ട് ഹോൾസ് എന്ന് പറയും, വിൻഡോസ് പോലുള്ള ചെറിയ ഒരു ഇതുണ്ട്. അതിലൂടെ ചിലപ്പം വെള്ളം നമ്മൾ ഉള്ളിലിരിക്കുന്ന സമയത്തായിരിക്കും വെള്ളം വന്ന് ഉള്ളിലോട്ട് വരുന്നത്. സോ അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പിക്ചർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, സദേൺ ഓഷ്യനിലാണ് ഞങ്ങൾ മാക്സിമം സെയിൽ ചെയ്തത്. സദേൺ ഓഷ്യൻ എന്ന് പറയുമ്പോൾ ഭയങ്കര തണുപ്പാണ് അവിടെ. 6 to 7 ലെയർ ഓഫ് ക്ലോത്തിങ് ആണ് നമ്മൾ ഇട്ടത് ആ സമയത്ത് എൻറ്റയർ സർക്കം നാവിഗേഷനിൽ. ഒന്നിൻ്റെ മേലെ എന്ന് പറഞ്ഞിട്ട്. സോ ഈ ഇത്രയും നമ്മൾ ഉണ്ടാക്കി വെച്ച ചൂടുണ്ടല്ലോ, ആ ഒരു ചെറിയൊരു വാം നമ്മൾ ഉണ്ടാക്കി വെച്ച് നമുക്ക് ഒരു വാഷ്റൂമിൽ പോകുമ്പോഴത്തേക്ക് അത് പോയി പോകും. സോ നമ്മൾ വെള്ളം കുടിക്കാതിരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ ഉണ്ടായിരുന്നു. പിന്നെ കടലിലാണെങ്കിൽ ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടാവും. നമ്മൾ സ്റ്റീൽ അങ്ങനെ എന്തെങ്കിലും കൈ പോയി തൊടുകയാണെങ്കിൽ വിത്തൗട്ട് ഗ്ലൗസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് വരും. പിന്നെ അത് കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു.
മാത്രമല്ല നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ പറ്റില്ല, പല്ല് വേദനയ്ക്കും, വെള്ളം കുടിക്കാൻ പറ്റില്ല വേദനയ്ക്കും, നമുക്ക് ബ്രഷ് ചെയ്യാൻ പറ്റില്ല വേദനയ്ക്കും. സോ ഭയങ്കര കാറ്റടിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര പെയിനാണ് നമ്മളെ മേല് കാറ്റടിക്കുന്ന സമയത്ത്. കാരണം അത്രയും വിൻചിൽ ഫാക്ടർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. -10 -20 ഡിഗ്രി ഫീലാണ് നമുക്ക് കിട്ടുക ആ ഒരു സ്ഥലത്ത് സെയിൽ ചെയ്യുമ്പോൾ. നമുക്ക് കാറ്റുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു കെറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ കൈയെല്ലാം വാമാക്കുക. ഫ്രോസ്റ്റ് ബൈറ്റ് വരും എന്നുള്ളൊരു ഡൗട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ വേഗം നമ്മൾ ഗ്ലൗസ് ഊരിയിട്ട് കൈ ഒന്ന് വാം ആക്കിയിട്ട് ആണ് പിന്നെ നമ്മൾ അടുത്ത എവല്യൂഷൻ ചെയ്യുക. സോ ഇത്രയൊക്കെ സ്ട്രഗിൾ ഉണ്ടായിട്ടും നമുക്കതൊരു സ്ട്രെങ്ത് ആയിട്ടാണ് മാറിയത്. എപ്പോഴാണെങ്കിലും നമ്മൾ എല്ലാ സമയത്തും നമ്മൾ ഓരോ ചാപ്റ്റർ അതിൽ നിന്ന് പഠിക്കുമായിരുന്നു. ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരുപാട് മാൽഫങ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മളെ ബോട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം പസഫിക് ഓഷ്യൻ എന്നുള്ള ആ ഒരു സ്ട്രെച്ച് ഒരു സമയം ഉണ്ടായിരുന്നു 10 ഡേയ്സോളം നമ്മൾക്ക് എന്തെങ്കിലും പറ്റിയില്ലെങ്കിൽ തന്നെ ആർക്കും വന്നിട്ട് നമ്മളെ ഇമ്മീഡിയറ്റ് ആയിട്ട് രക്ഷപ്പെടുത്താൻ പറ്റില്ലാത്ത ഒരു സ്ഥലം, ഒരു 10 ഡേയ്സ് സ്ട്രെച്ച് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പിന്നെയാണ് അറിഞ്ഞത്, നേവിയുടെ ചീഫ് നമ്മളോട് പിന്നെയാണ് പറഞ്ഞത്. പക്ഷേ വി വെൻ ത്രൂ ദാറ്റ് സ്ലോട്ട്. ആൻഡ് നമ്മളെ ബോട്ടിൽ ലഫ്റ്റനന്റ് കമാൻഡർ രൂപ പറഞ്ഞ പോലെ തന്നെ 100 kgs ഭാരമുള്ള ഒരു സെയിൽ അത് നമ്മൾ മാനുവലി ആണ് പൊക്കുന്നത്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന റോപ്സ്, അതിന് യൂസ് ചെയ്യുന്ന വിഞ്ചസ് അതെല്ലാം കേട് വരുമായിരുന്നു. പിന്നെ ഉള്ളിൽ വെള്ളം വരുന്ന സമയത്ത് അതിനെ പമ്പ് ഔട്ട് ചെയ്യണം. അങ്ങനെ മെയിൻ്റനൻസ് റുട്ടീനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് അടുത്ത മാൽഫങ്ഷൻ നമുക്ക് പസഫിക് ഓഷ്യനിൽ നടന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒരു ഇൻസിഡൻ്റ് ആണ്. അറൗണ്ട് 2 o'clock ആയിരിക്കും. അന്ന് മൂണൊന്നുമില്ല. മൂണില്ലെങ്കിൽ കടൽ ഭയങ്കര ഡാർക്കാണ്. കറുപ്പിനും ഒരുപാട് കളർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി ഞങ്ങൾ കടലിൽ പോയപ്പോഴാണ്. അത്രയും ഡാർക്ക്, ഒന്നും കാണാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു 2 മണിയായ സമയത്ത് നമുക്ക് ബോട്ട് ഒരു പ്രശ്നമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു അലാം വന്നു. ബോട്ടിൻ്റെ GPS, നമ്മളെ കോർഡിനേറ്റ്സ് എന്താണെന്ന് അറിയുന്ന GPS പോയി. ബോട്ടിൻ്റെ ഹെഡിങ്, ബോട്ട് എങ്ങോട്ടാണ് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഡയറക്ഷൻ ഉണ്ടാവുമല്ലോ, സൗത്തിലോട്ടാണോ നോർത്തിലോട്ടാണോ, അതൊന്നും മനസ്സിലാവുന്നില്ല. കാരണം അതിൻ്റെ ഹെഡിങ് പോയി. സോ നമുക്ക് ചുറ്റും നോക്കിയാൽ വെള്ളം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നമുക്ക് അറിയില്ല നമ്മൾ എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നതാണോ, നോർത്തിലോട്ടാണോ അന്റാർട്ടിക്കയിലോട്ടാണോ ഫേസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായില്ല. സോ ബോട്ട് ഹെഡിങ് പോയി. വിൻഡിൻ്റെ ദശ മനസ്സിലാക്കുന്നതും ആ സ്പീഡ് മനസ്സിലാക്കുന്നതുമുള്ള ഇൻസ്ട്രുമെൻറ്റ് അത് കേടായി. എല്ലാം നടക്കുന്നത് ഒരു 5 സെക്കൻഡ് ഉള്ളിലാണ്, നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ. സോ അത് നടന്നതിന് ശേഷം ഞാൻ എമർജൻസി ആയിട്ട് നമുക്ക് സെയിലെല്ലാം താഴ്ത്തേണ്ടി വന്നു. ഒരു 3-4 മണിക്കൂർ എടുത്തു നമുക്ക് അതിലൂടെ. ഒരുപാട് ബോട്ടിൽ ഒരുപാട് കേബിൾസ് ഉണ്ട്. ആ ഓരോ കേബിളിലൂടെ നമുക്ക് പോയി നോക്കേണ്ടി വന്നു എവിടെയാണ് പ്രശ്നം എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു വലിയൊരു സൈക്ലോൺ 100 knots സൈഡിൽ നിങ്ങൾക്ക് കാണാം. 100 knots എന്ന് പറഞ്ഞാൽ അറൗണ്ട് 190 km/h വേഗത്തിൽ വീശുന്ന ഒരു സൈക്ലോൺ നമ്മളെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമ്മളെ ഐഡിയ എന്ന് പറയുന്നത് അവിടുന്ന് പെട്ടെന്ന് പോവാന്നാണ്. സോ ആ സമയത്താണ് നമ്മളിതിൽ സ്റ്റക്കായത്. സോ ഇനീഷ്യലി പേടിയുണ്ടായി, പക്ഷേ നമുക്ക് പേടിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. എന്തെങ്കിലും അവിടുന്ന് നമുക്ക് പോയേ പറ്റുള്ളൂ. സോ നമുക്കതെല്ലാം ശരിയാക്കി 3-4 hours എടുത്തു നമുക്ക് അതിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി. സോ അതൊരു വലിയൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. അതും പസഫിക് ഓഷ്യനിലാണ് നടന്നത്. ഇങ്ങനെയാണ് നമ്മൾ കിടന്നുറങ്ങുക. ഉറങ്ങാൻ നമുക്ക് പ്രത്യേകിച്ചൊരു സമയം, ഈ 8 മാസം നമ്മൾ കടലിൽ പോയപ്പോഴും നമുക്ക് ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ഉറങ്ങുന്ന നമ്മൾ 5-6 മണിക്കൂർ ഉറങ്ങുമല്ല, പിന്നെ നമ്മൾ എണീക്കുക നെക്സ്റ്റ് ഡേ ചെയ്യുന്നത്. നമ്മളെ കേസിൽ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ പറ്റില്ല. 20 minutes സ്നാപ്പ്, പിന്നെ എണീക്കും, ഓട്ടോമാറ്റിക്കായിട്ട് എണീക്കും, പിന്നെ നെക്സ്റ്റ് ഒരു 10 minutes, പിന്നെ 20 minutes, അങ്ങനെയായിരുന്നു നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ. സോ എപ്പോൾ നമുക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യുകയല്ലെങ്കിലും നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആയിരിക്കും. എവിടെ സമയം കിട്ടിയാലും സ്ഥലം കിട്ടിയാലും നമ്മൾ ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങി പോകും. സോ അങ്ങനെയായിരുന്നു. ഒരു കംഫർട്ട് എന്ന് പറയുന്നത് നമുക്കൊരു ഇതെല്ലാം കഴിഞ്ഞ ശേഷം കംഫർട്ട് നമുക്ക് ഒന്നുമല്ല. ലൈക്ക് എവിടെ പോയാലും നമുക്ക് കംഫർട്ട്നെസ് ആണ് ഫീൽ ചെയ്യുക. സോ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. നമ്മൾ താഴെയാണ് കിടക്കുന്നത്. ബിക്കോസ് മേളിൽ കിടന്നുണ്ടെങ്കിൽ വേവ്സ് വന്ന് അടിക്കുന്ന സമയത്ത് ബോട്ട് എപ്പോഴും ചെരിഞ്ഞിട്ടാണ് പോവുക. ബോട്ട് ഒരിക്കലും നേരെയല്ല പോവുക. കാറ്റിൻ്റെയും ഇതിൻ്റെയും ശക്തി കാരണം ബോട്ട് എപ്പോഴും ചെരിഞ്ഞിട്ടാണ് പോവുക. സോ ഒരു വേവ് വന്ന് അടിക്കുമ്പം ഭയങ്കരമായിട്ടുള്ളൊരു ഇത് വരുന്ന സമയത്ത് നമ്മൾ വീണ് പോകാൻ ചാൻസ് ഉണ്ട്. സോ വി യൂസ് ടു സ്ലീപ്പ് ഡൗൺ. ഇതെന്ന് പറയുന്ന ഒരുപാട് മെഡിക്കൽ ഇഷ്യൂസ് നമുക്ക് ഉണ്ടായിരുന്നു. അറൗണ്ട് ദ വേൾഡ് പകുതി പോയതിൻ്റെ ശേഷം നമ്മുടെ ബോഡി എല്ലാം വീങ്ങി വരാൻ തുടങ്ങി, ലൈക്ക് സ്വെല്ലിങ് വരാൻ തുടങ്ങി. കാരണം തണുപ്പത്തായിരുന്ന ഏറ്റവും നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. വേറെ ആരുമില്ല, ഞാനും ലഫ്റ്റനന്റ് കമാൻഡർ രൂപയും, പിന്നെ ഈ ചോക്ലേറ്റും, പിന്നെ ഗുലാബ് ജാമുനും കുറച്ച് ക്യാൻഡിൽസും. ക്ലാബ്സ് ഇല്ല, ഒന്നുമില്ല. ബട്ട്
That അതായിരുന്നു was എൻ്റെ the best birthday ever for her. അതായിരുന്നു എൻ്റെ ബിക്കോസ് ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ എല്ലാവരും കാണും, നമ്മൾ അറിയാത്ത ആൾക്കാർ വരെ നമ്മൾ വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ഹാപ്പിനെസ് ഭയങ്കര ഭയങ്കര വലുതായിരുന്നു. So we spoke about a lot of discomfort, problems which we were going through in the boat. But all of these problems only made us stronger. It is not just for the journey, but it gave us that mental strength. You know, we always feel like going to if you take any sport or any project, more than physical, it's always, we say that it's always in the mind and it's always in your mental strength. So all of these problems, we saw every problem as a challenge. We thought like whatever went wrong, there was an equipment repair on the boat which went bad. We feel like, okay, we are getting to learn how to repair this. We are getting to learn more about the boat. So until the last day of the journey, even after 238 days, we were learning something about the boat. So this mindset, we got it because of sailing, where we feel like every problem, every challenge is an opportunity to learn. If you flip your mindset to think about a situation in that angle, you will realize how you can push your limits. പോയിന്റ് നീമോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പോയിന്റ് നീമോ എന്ന് പറയുകയാണെങ്കിൽ ഭൂമിയിലെ ഏറ്റവും റിമോട്ടസ്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ഇത്. പെസിഫിക് ഓഷ്യനിൽ, പസഫിക് സമുദ്രത്തിൻ്റെ നടുവിലുള്ള ഒരു പോയിന്റാണ്. അവിടുന്ന് നമ്മൾ മെഷർ ചെയ്ത് നോക്കിയാൽ ഏറ്റവും അടുത്തുള്ള ഹ്യൂമൻ ബീങ്സിനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലാണ്. സോ കാരണം ഐലൻഡ്സ് എല്ലാം അത്രയും ദൂരെയാണ്. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലാണ്. അവരോടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും ബാക്കിയുള്ള ലാൻഡിലുള്ള ആൾക്കാരിനെക്കാട്ടും. സോ നമ്മൾ പോയിന്റ് നീമോയിൽ പോയി. പോയിന്റ് നീമോയിൽ പോകുന്നതിന് മുമ്പ് അതിന് പിറകിലൊരു ചെറിയ കഥയുണ്ട്. പോയിന്റ് നീമോയിൽ ഇതുവരെ ആരും പോയിട്ടില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലായി. സോ നമ്മൾ പോകുന്ന റൂട്ടിലല്ലായിരുന്നു ഈ പോയിന്റ് നീമോ വന്നത്. സോ പോയിന്റ് നീമോയിലേക്ക് എത്തണമെങ്കിൽ നമുക്കൊരു സ്റ്റോം സെയിം സൈഡിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. സോ നമുക്ക് അങ്ങോട്ട് സൗത്ത് ഈസ്റ്റിലോട്ട് പോകണമെങ്കിൽ അവിടുന്ന് ഒരു സ്റ്റോം വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് ആലോചിച്ചു എന്ത് ചെയ്യണം. സേഫ്റ്റി നമുക്ക് നോക്കണം, കംപ്ലീറ്റ് തിരിച്ചെത്തണം. കുറേ കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ടൈമിൽ നമ്മൾ വിചാരിച്ചു ഈ റിസ്ക് എടുക്കുന്ന ഒരു കാപ്പബിലിറ്റി, റിസ്ക് നമുക്ക് എടുത്തേ പറ്റുള്ളൂ ലൈഫിൽ. അങ്ങനത്തെ ഒരു ചിന്താഗതി മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ പോവാന്നുള്ള തീരുമാനം എടുത്തു. We went there, we became the first Indians, Asians and first in the world to go to the exact coordinates. ആ കോർഡിനേറ്റ്സ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കോർഡിനേറ്റ്സിൽ ഒരു സെയിൽ ബോട്ട് പോകുന്ന ഫസ്റ്റ് ആൾക്കാരാണ് നമ്മൾ. ഇതൊരിക്കലും ഈസി ആയിരുന്നില്ല. അവിടെ ആ സമയത്ത് എത്തിയ സമയത്ത് എന്താണെന്ന് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരെക്കാട്ടും എത്രയോ അകലെയാണ്, ഭയങ്കര ദൂരമാണ്, ആരുമില്ല അവിടെ, അതിൻ്റെ അടുത്തും ആരുമില്ല. സോ നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഫീൽ അവിടെ ആക്ച്വലി ഉണ്ടായി പോയിന്റ് നീമോ. So there was one more highlight of a journey. One was definitely Point Nemo. Another was when we rounded the Cape Horn and became the Cape Honors. So what is important or what is special about this place on the earth? If you Google, there's some lot of YouTube videos about the Drake Passage and the Cape Horn. If you see, nobody goes in that particular part of the earth because that is known to be the most dangerous place on the earth. Because of its position, and the weather there is always stormy and very difficult, so that is not a part of the normal shipping route. So that's why all the shipping, they use the Panama Canal to cross from the Pacific Ocean to the Atlantic Ocean. But for the circumnavigation, it was a rule that we round the Cape Horn. And there is a statistics that the number of people who have climbed or summited Mount Everest are more than the number of people who have rounded the Cape Horn. And we usually call this Cape Horn as the Mount Everest of sailing. And when you become Cape Horners, there's a special privileges which you get as a sailor. And this was also one of the most close moment for us during the journey. So there you can see we were smiling in the video, but
that day we did not sleep for almost like 36 hours continuously without even a minute of sleep because the weather was so bad and the boat was almost heeled. Completely one side of the boat was in the water, like it was heeled 60 to 70 degree. And we were literally like, clinging to the boat, trying to not fall overboard. So this is really fresh in our memories even now. നമ്മൾ വിചാരിച്ചില്ല നെക്സ്റ്റ് ഡേ നമുക്ക് സൺറൈസ് കാണാൻ പറ്റും എന്നുള്ളത്. സോ അത്രയും ടഫായിരുന്നു ആ ഒരു ക്രോസിംഗ്, ഡ്രേക്ക് പാസേജ്. But even though we went through all of these problems during this journey, we were proud to fly our Indian flag and to represent Indian Navy and our country at all latitudes and longitudes of our earth. This was when we crossed the equator for the 7th time. And this was when we rounded the Cape Leuven and we rounded the international date line. So there's one interesting fact about the international date line. When we crossed the international date line on 9th of January, so we went from west to east. So what happened was we gained one more day when we crossed this line. So we switched our calendars and clocks back to 9th of January. So this 9th of January we have lived twice. And so we have this habit of taking photographs with the longitude and latitude and the place name, because for our own memory. And we even have this photo even now, the placard. And this was at Cape Horn. This was when we crossed the prime meridian. And this was the last cape which we had to round, the Cape of Good Hope, which is in the southwestern point of South Africa. And this was when we crossed the equator for the 8th time when we were back home. And it was not just about problems and, struggling through problems, overcoming problems. We had the most beautiful times when we were sailing because we got the opportunity to witness the earth at its purest, most beautiful form. We also had this privilege of witnessing this comet A3, which comes once in 80,000 years. And we could see the entire Milky Way and the galaxy because there's literally no pollution there in the middle of the ocean, in the Southern Ocean. So we could see the entire galaxy in front of our eyes. So this is also one of the photo with the sails. You can see this is a normal mobile photograph when the boat was moving. So this is how you can see the stars. And also we saw this bioluminescence where the water glows like fluorescent color because of a particular kind of algae. And these are the collection of sunsets and sunrises which we saw. It's like we took these photographs. It's a small collage of photographs of sunsets, sunrises which we had during the journey. സോ ഈ എൻ്റയർ ജേണിയിൽ ഇറ്റ് വാസ് ജസ്റ്റ് 2 of us. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കുറേ ഗസ്റ്റ് വരുമായിരുന്നു, ബേർഡ്സ് വരുമായിരുന്നു. നമ്മൾ സ്ക്വിഡ് കണ്ടില്ലേ, സ്ക്വിഡ്, ഈ ഫ്ലൈയിങ് ഫിഷ്, ഇതെല്ലാം പറന്നിട്ട് നമ്മളെ ബോട്ടിലോട്ട് വരും. ചില സമയത്ത് പറന്നിട്ട് നമ്മളെ മുഖത്തടിക്കും. അത് ഭയങ്കര പെയിൻഫുള്ളാണ്. സോ ഈ ഒരു പക്ഷി കുറച്ചൊരു 3-4 ദിവസം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അറ്റ്ലാന്റിക് ഓഷ്യനിൽ. അതിൻ്റെ ചെസ്റ്റ് മൊത്തം കട്ടായി, അവിടെ ഒരു വിൻഡ് ജനറേറ്ററിൽ കുടുങ്ങിയിട്ട്. സോ അതിന് നടക്കാൻ വയ്യ, ഇറ്റ് വാസ് ബാഡ്ലി ഹേർട്ട്. സോ നമ്മളുടെ കൂടെ ഒരു 3-4 ദിവസം സർവൈവ് ചെയ്തു, പിന്നെ അത് പോയി. സോ അങ്ങനെ ഒരുപാട് ബേർഡ് വന്നിട്ട് ചില സമയത്ത് നമ്മൾ കാറ്റിലാണല്ലോ പോകുന്നത്, കാറ്റിൻ്റെ മേലെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അവിടെ കയറി ഇരിക്കും ഈ ബേർഡ്സ്. സോ കയറി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ബോട്ടിൻ്റെ ഡയറക്ഷൻ അത് മാറ്റി സെയിൽ ചെയ്യിപ്പിക്കും. സോ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. ബോട്ട് കൺട്രോൾ ഇല്ലാണ്ട് അവിടെ ഇവിടെയും പോകും. സോ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും ഈ നമ്മളെ കൂടെ വരുന്ന ഗസ്റ്റ് ചെയ്യാറുണ്ട്. ഡോൾഫിൻസ്, വെയിൽസ്, സീൽസ്, ഇതെല്ലാം നമ്മൾ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു സൈക്ലോൺ സ്റ്റോമൊക്കെ വരുന്ന സമയത്ത് സൈഡിൽ കൂടെ നമ്മളെ കമ്പാനിയൻസ് ആയിട്ട്, കോൺസ്റ്റൻറ്റ് കമ്പാനിയൻസ് ആയിട്ട് ഈ ഡോൾഫിൻസ് ഇടയ്ക്ക് വരാറുണ്ട്. ഇത് അറ്റ്ലാന്റിക് ഓഷ്യനിൽ നമ്മൾ തൗസൻഡ്സ് ഓഫ് ബേർഡ്സിനെ ഒരുമിച്ച് ഫ്ലൈ ചെയ്യുന്നത് കണ്ടു. അതൊരു ഭയങ്കര ഇതുവരെ കാണാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ക്യാപ്ചർ ചെയ്തത്. ഫുൾ ബേർഡ്സ് ആയിരുന്നു ആ സമയത്ത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൽബട്രോസ്, ഡിഫറെൻറ്റ് കളേഴ്സിലും ഡിഫറെൻറ്റ് സൈസസിലും എല്ലാ ലാറ്റിറ്റ്യൂഡ്സിലും പല തരത്തിലുള്ള സീ ബേർഡ്സിനെ നമുക്ക് കാണാൻ പറ്റും. എത്രയോ മൈൽസ് കടന്ന് അവിടെയാണ് അതിന് ജീവിക്കുന്നത്. സോ അതിന് അറിയാൻ പറ്റും കാറ്റപ്പോൾ വരുന്നു. അതിനനുസരിച്ച് നമ്മൾ അതിനെ
ഒബ്സർവ് ചെയ്താൽ നമുക്കും അറിയാൻ പറ്റും കാറ്റപ്പം വരുന്നു എന്നുള്ളത്. സോ അങ്ങനെ ഒരുപാട് ബേർഡ്സിനെ, സീ ബേർഡ്സിനെ നമ്മൾ കണ്ടു. So we talked about a lot of equipment failing on board. We felt like, you know, every equipment it went bad, but we were always proud of one thing which never failed us, which was our teamwork. Although it was just the both of us, we always are proud about how a good team we were, because we had this mindset that we are open to ideas. And we also learned this one thing: there's no one right or wrong way to do a particular thing. We always felt like we need to try each other ideas so that we can learn. So that's how we reached a stage where now if we sail, we both do not speak to each other. Like if we just say, okay, we'll go do this work. And there is this a rhythm where we are right now, where we do any work without even speaking. So that was possible because of the teamwork. And there are some lessons which we felt we learned because of the sailing, and we feel like it was a life lesson for us. It was not just because it was not just for the sailing or during when we were at sea. It felt like we can use these lessons outside of the sea, even on the land. Of course, we returned back to Goa after completing the journey, but we both were not the same people who went on the October of 2nd. We were very different people when we came back on the 29th of May. We had a very deeper respect for nature after sailing so close with the nature. We felt that nature doesn't demand, control. We need to go with the flow and respect the nature, because when we are going through a storm, we realize that how much ever you fight, we cannot do anything because the wind is going to blow in that particular direction. It is us who had to adjust our sails. So that was something which we learned, which taught us patience when we were at sea. And also, we learned that teamwork is not built when we were in harbor or when we were on the land. We understood the importance of teamwork, being a team, when we were going through storm and we needed each other's support. And also, because it's such a big expedition, we planned a lot, but none of the plans work when time comes, and we all know that everything doesn't go according to a plan. What's important is one of the most important quality of our humans is adaptability, because our mind gets adapted very easily, and that is the best thing about us humans, because we make plans but we can also change the plans, and that is one of the important thing which we learned as well. And as we mentioned earlier, every problem, every challenge, be it mental, physical, was a teacher, and we learned to grow with it. And also, we were grateful for the smallest things in life, like we having a cup of tea or coffee early in the morning, watching the sunrise, sunset. When it rains, we started enjoying the smallest of things when we realized like how much we get distracted with the luxury and the comfort of life on the land. When you are out at the sea, when you don't have anything, you start realizing the importance of the smallest things. And this is us when we visited all the 4 countries when we stopped. And also we got an opportunity to interact with the local people there, the students, communities, people, students from universities, and sharing our journey and whatever lessons we learned. So this is when we came back on when we went on 2nd of October 2024, and we came back on 29th of May 2025. Defense Minister himself had come, and ഞങ്ങളെ അവിടെ വെൽക്കം ചെയ്ത ഡിഫൻസ് മിനിസ്റ്ററാണ്. സോ നമ്മൾ കടലിലായിരുന്ന സമയത്ത് ഡിഫൻസ് മിനിസ്റ്ററും നമ്മുടെ നേവിയുടെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫും നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് ഇൻട്രാക്ട് ചെയ്യായിരുന്നു. സോ ഹി പ്രോമിസ്ഡ് ദാറ്റ് ഹിൽ കം ഫോർ അവർ ഫ്ലാഗ് ഇൻ, ആൻഡ് ഹി ഡിഡ്. ദിസ് വാസ് സച്ച് എ പ്രൗഡ് മൊമെൻറ്റ് ഫോർ അസ്. 3 വർഷം ട്രെയിനിങ് ആയിരുന്നു. ഇത് കഴിഞ്ഞവിടെ 4 വർഷമായി, ഓൾമോസ്റ്റ് 4 വർഷം, 3.8 months, 3.8 years. സോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് 2021 ട്രെയിനിങ് ചെയ്ത സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്തത് ഈ ഒരു മൊമെൻറ്റിനായിരുന്നു. സോ അത് 29th മെയ്യിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റി. സെയിലിംഗ് എന്തുകൊണ്ടാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്?
ഇപ്പം നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്തു. ഇത് സെയിലിംഗ് മാത്രമല്ല, ഏതൊരു സ്പോർട്ടാണെങ്കിലും ശരി നമുക്ക് അതിൻ്റേതായിട്ടുള്ള നല്ല നല്ല ഭാഗങ്ങളുണ്ട്. ഞാനൊരു ചെറിയ പ്രായത്തിൽ ഞാൻ എന്തുകൊണ്ട് മറ്റേ സ്പോർട്ട് ഷൂട്ടിംഗ് ക്രിക്കറ്റൊക്കെ എടുത്തതിൻ്റെ റീസൺ എന്ന് പറയുകയാണ്, അതിലെല്ലാം നമുക്കൊരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ പഠിക്കുന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. സോ സെയിലിംഗ് നമ്മൾക്ക് അത്രയും റിച്ച് ആയിട്ടുള്ളൊരു സെയിലിംഗ് കൾച്ചർ നമുക്കുണ്ട്. നമ്മൾ കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്നുണ്ട്. പക്ഷേ സെയിലിംഗ് ആയിട്ട് യാതൊരു ബന്ധവും എനിക്ക് ഉണ്ടായിരുന്നില്ല നേവി ജോയിൻ ചെയ്യുന്നത് വരെ. നേവി ജോയിൻ ചെയ്തതിന് ശേഷം ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴാണ് ഞാൻ സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. സോ നമ്മൾ കേരളത്തിലാണെങ്കിലും ശരി സെയിലിങ്ങിലോട്ട് നമ്മൾ അടുത്ത വേറെ കൺട്രീസിനെ നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെയിലിംഗ് വളരെ കുറച്ച് പേരെ നമ്മൾ ചെയ്യുന്നുള്ളൂ. സോ സെയിലിംഗ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കുന്നത്, ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് എന്നുള്ളത്. ബാക്കി സ്പോർട്ട് പോലെ തന്നെ ഇത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സ്പോർട്ടാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരിക്കലും ഓഡിയൻസ് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ വെള്ളത്തിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നോ, നിങ്ങൾ എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടോ അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇറ്റ് മേക്സ് യു എ ബെറ്റർ പേഴ്സൺ. നമ്മൾ ഇത്രയും ചാലഞ്ചസിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാവും പ്യുവറായിട്ട് നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ ആരാന്ന് മനസ്സിലാവും. നമുക്ക് എൻജിനീയേഴ്സ് ആവണം, ഇലക്ട്രീഷ്യൻ ആവണം, ഹൗസ് കീപ്പിംഗ്, നമുക്ക് എല്ലാം അറിഞ്ഞിരിക്കണം A to Z. സോ ഒരു ഓവറോൾ പേഴ്സണാലിറ്റിയാണ് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സെയിലിങ്ങിലൂടെ. മാത്രമല്ല ഇതിൽ ജെൻഡർ ഇക്വാലിറ്റി, നമുക്ക് ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും കടലിൽ പോയാൽ കാറ്റിനോ കടലിനോ അറിയില്ല നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് നമ്മളെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് പല സമയത്തും നമുക്ക് എക്സോസ്റ്റഡ് ആയിട്ട് നമുക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നിയ സമയങ്ങളുണ്ട്. ആ സമയത്ത് ഫിസിക്കൽ എക്സേർഷൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും നമുക്ക് മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കത് മുമ്പോട്ട് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുക. സോ ആക്ച്വലി നമ്മളെ മൈൻഡാണ് അറൗണ്ട് ദ വേൾഡ് പോയി വന്നാൽ നമുക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. പല സമയത്തും അഡാപ്റ്റബിലിറ്റി ഉണ്ടെങ്കിലും കൂടെ നമുക്ക് ചില സമയത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ, പെസിഫിക് ഓഷനിൽ തന്നെ നമുക്ക് എല്ലാ ഐറ്റംസും പോകണമായിരുന്നോ, എല്ലാ ഡിഫക്റ്റും ഉണ്ടാവണമായിരുന്നോ, അങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സ്, നമുക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. പക്ഷെ അതെല്ലാം ആ കോൺഫിഡൻസും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയത് ഇത് സെയിലിംഗ് ടേക്കപ്പ് ചെയ്തതിന് ശേഷമാണ്. ഇതിലൂടെ കടന്നു പോയതിൻ്റെ ശേഷമാണ്. ഡെഫിനറ്റ്ലി ഫെയർ ആൻഡ് ഫെയിലിയർ നമ്മൾ ഒരുപാട് തവണ തോറ്റു പോകാൻ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൂടെ ഉയർന്ന് എഴുന്നേക്കാൻ നമുക്ക് പറ്റിയത് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഇന്ത്യൻ നേവിയുടെ ട്രെയിനിങ്ങിലൂടെ കിട്ടിയതുകൊണ്ട് മാത്രമാണ്. ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരില്ല. കടലിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും യു ആർ റെസ്പോൺസിബിൾ. റെസ്പോൺസിബിലിറ്റി എങ്ങനെ ഏറ്റെടുക്കണം എന്നുള്ള കാര്യം നമ്മൾ ഇതിലൂടെ ഒരു സ്പോർട്ടിലൂടെ നമ്മൾ പഠിക്കും. നമ്മൾ സർവൈവ് ചെയ്യില്ലേ എന്നുള്ളത് കംപ്ലീറ്റ്ലി നമ്മളനുസരിച്ചിട്ടാണ്. അതിലാരും വരില്ല ഡിസിഷൻ എടുക്കാൻ. ഇതിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെ ക്ലൗഡ് വായിക്കണം, എങ്ങനെ കാറ്റിൻ്റെ ദശ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നേച്ചറായിട്ട് ക്ലോസ് ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു സ്പോർട്ടാണ് സെയിലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഡീപ്പ് റെസ്പെക്ട് ഫോർ നേച്ചർ, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും. നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ സമയത്ത് കുറച്ച് പേർക്ക് ഓപ്പർച്യൂണിറ്റി നമുക്ക് എല്ലാവർക്കും കിട്ടാറുണ്ട്, പല ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ അതിന് യെസ് എന്ന് പറയാന്നുള്ളതാണ്. ഞങ്ങൾ യെസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 3-4 വർഷം മുമ്പ് യെസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പറ്റുന്നത്. യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോയിരുന്നു. ഞാനൊരു സെയിലർ ആണ് എന്നുള്ള കാര്യം ഞാൻ റിയലൈസ് ചെയ്യില്ലായിരുന്നു. ലഫ്റ്റനന്റ് കമാൻഡർ രൂപ ഒരു സെയിലർ ആണെന്നുള്ള കാര്യം റിയലൈസ് ചെയ്യില്ലായിരുന്നു. സോ നമ്മളെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എല്ലാം നമുക്ക് മനസ്സിലാക്കി ഇപ്പം നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു കാരണം മാത്രമാണ് ഞങ്ങൾ യെസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഏത് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും യെസ് എന്നുള്ള വാക്ക് പറയണം, അതിനെ ട്രൈ ഔട്ട് ചെയ്യണം. നിങ്ങൾക്ക് പോലും അറിയില്ല നിങ്ങൾ എന്തിലാണ് ബെസ്റ്റ് എന്നുള്ളത്. നിങ്ങളിൽ പല ആൾക്കാരും പല കാര്യത്തിലും നല്ലതായിരിക്കും, വിച്ച് യു വോണ്ട് ഈവൻ അണ്ടർസ്റ്റാൻഡ് നൗ ടിൽ ദ ടൈം യു ട്രൈ ഇറ്റ്. സോ പ്ലീസ് ട്രൈ ഔട്ട്, explore yourself. That's all. Thank you so much.